കോൺസ്റ്റന്റൈൻ സഭയും നിക്യ വിശ്വാസ പ്രമാണവും യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത്. കോൺസ്റ്റന്റൈൻ സഭയും നിക്യ വിശ്വാസ പ്രമാണവും. അപ്പസ്തോലിക സഭയുടെ അടിസ്ഥാന ശിലയാകാൻ താൻ യോഗ്യനാണെന്ന് ശിമയോൻ എന്ന കേപ്പ തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ തെളിയിച്ചു. ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് പ്രതിഫലമായാണ് സഭയെ കെട്ടിപ്പടുക്കാനും സഭാമക്കൾക്ക് പ്രബോധനം നൽകാനുമുള്ള സുപ്രധാനമായ ചുമതല യേശുവ അവനെ ഫലമേൽപ്പിച്ചത്. കേപ്പായുടെ ആദ്യത്തെ പ്രസംഗത്തോടെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയുടെ ഭാഗമായത് 3000-ഓളം യഹൂദരായിരുന്നു. യേശുവായോട് കൂടെ ശേഖരിച്ചതുകൊണ്ട് തന്നെ നിക്യ സൂനോദോസ് വരെ ഒരിക്കൽ പോലും അപ്പസ്തോലിക സഭ ചിതറിക്കപ്പെട്ടില്ല. കേപ്പ പ്രഖ്യാപിച്ച വിശ്വാസ സത്യങ്ങളായിരുന്നു അന്നുവരെ അപ്പസ്തോലിക സഭയുടെ വിശ്വാസ പ്രമാണം. എന്നാൽ നിർണായക ഘട്ടത്തിൽ നിക്യ സൂനോദോസിൽ പുതിയൊരു വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കപ്പെടുകയും തങ്ങളുടെ നാഥനായ യേശുവായെ നീക്കം ചെയ്ത് കോൺസ്റ്റന്റൈൻ നിർദ്ദേശിച്ച ഈസൂസിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതോടെ അപ്പസ്തോലിക സഭയുടെ സ്ഥാനത്ത് കോൺസ്റ്റന്റൈൻ സഭ സ്ഥാപിതമായി. ഇരമിയാഹിൻ്റെ പ്രവചനത്തിൻ്റെ നിറവേറൽ കൂടിയായിരുന്നു അത്. ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടുന്ന സഭ നിലനിൽക്കുന്നത് ആ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുന്ന കാലത്തോളം മാത്രമാണ്. സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് അടിസ്ഥാനം. കേപ്പായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് യേശുവായുടെ അംഗീകാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേപ്പ പ്രഖ്യാപിച്ച വിശ്വാസത്തിൽ നിലനിന്ന കാലത്തോളം ആ സഭ ചിതറിക്കപ്പെടാതെ യേശുവ സംരക്ഷിച്ചു. എന്നാൽ കേപ്പ പ്രഖ്യാപിച്ച വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച കോൺസ്റ്റന്റൈൻ സഭ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് അനേകം കഷ്ണങ്ങളായി ചിതറിക്കപ്പെട്ടു. ഇന്ന് ഈസൂസ് എന്ന ജീസസിൻ്റെ പേരിൽ ലോകത്തുള്ളത് 45,000-ഓളം സഭകളാണ്. യേശുവായോടൊപ്പം ശേഖരിക്കാത്തവർ ചിതറിച്ചു കളയും എന്ന വചനം എത്രമാത്രം യാഥാർത്ഥ്യമായി എന്ന് നാം ഇവിടെ തിരിച്ചറിയണം. 45,000 കഷ്ണങ്ങളിൽ ഒന്നിൽ പോലും യേശുവ ഇല്ല എന്നതിന് ഇതിൽ പരം വലിയൊരു ദൃഷ്ടാന്തം നമുക്ക് ആവശ്യമുണ്ടോ? യേശുവായുടെ മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. എന്നോട് കൂടെയല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യം. കേപ്പായുടെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതല്ലാത്ത വേറൊരു യേശുവായെ ആരെങ്കിലും പ്രസംഗിച്ചാൽ അത് സ്വീകരിക്കരുത് എന്ന മുന്നറിയിപ്പ് ശൗൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവായെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. കോറിന്തുകാർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം. പൈശാചികതയ്ക്ക് അനായാസം കീഴടങ്ങുന്നതാണ് നിക്യ സൂനോദോസിൽ കണ്ടത്. അപ്പസ്തോലിക പ്രബോധനങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിശ്വാസ പ്രമാണം ഈ സൂനോദോസിൽ പ്രഖ്യാപിക്കപ്പെട്ടു. നിക്യ സൂനോദോസിന് ശേഷം പ്രസംഗിക്കപ്പെട്ടത് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവായെ ആയിരുന്നില്ല, മറിച്ച് കോൺസ്റ്റന്റൈൻ നിർദ്ദേശിച്ച ഈസൂസിനെ ആയിരുന്നു. അങ്ങനെ ഇരമിയാഹിൻ്റെ പ്രവചനവും യേശുവായുടെ മുന്നറിയിപ്പും മാത്രമല്ല, അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ നിന്നുള്ള പിന്മാറ്റവും യാഥാർത്ഥ്യമായി. മിലാൻ വിളംബരം മുതൽ നിക്യ സൂനോദോസ് വരെയുള്ള 12 വർഷത്തെ നിഗൂഢമായ ആസൂത്രണത്തിലൂടെയാണ് ഈസൂസ് എന്ന വ്യാജ മിശിയാകിനെ അവർ സൃഷ്ടിച്ചത്. ഈ സൂനോദോസിനെ ചുറ്റിപ്പറ്റി അനേകം ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെയാണ് ആ ദുരൂഹതകൾ എന്ന് മനോവ ഇവിടെ വ്യക്തമാക്കാം. മിലാൻ വിളംബരം മുതൽ നിക്യ സൂനോദോസ് വരെയുള്ള 12 വർഷവും അതിനുശേഷം 10 വർഷവും ക്രൈസ്തവ സമൂഹത്തെ നയിച്ചത് സിൽവസ്റ്റർ ഒന്നാമൻ ആയിരുന്നു. സൂനോദോസ് വിളിച്ചു ചേർക്കാൻ അധികാരമുള്ള ഏക വ്യക്തിയും അദ്ദേഹമാണ്. എന്നാൽ സിൽവസ്റ്റർ ഒന്നാമൻ
സൂനഹദോസ് വിളിച്ചു ചേർക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ആ ദുരൂഹമായ സൂനഹദോസിൽ അദ്ദേഹം പങ്കെടുത്തുമില്ല. ഇതാണ് നിക്യാ സൂനഹദോസിനെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ ദുരൂഹത. ഈ സൂനഹദോസിലെ തീരുമാനങ്ങളെ അസാധുവാക്കുന്നതും ഇതുതന്നെ. ഈ സൂനഹദോസിൽ അധ്യക്ഷത വഹിച്ച ഹോസിയൂസ് ഓഫ് കോർഡുബ എന്ന സ്പാനിഷ് ബിഷപ്പുമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായിരുന്ന അസാധാരണ ബന്ധവും നിക്യാ സൂനഹദോസിനെ സംബന്ധിക്കുന്ന ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. ചക്രവർത്തിയുടെ ഈ താൽപ്പര്യമാണ് ഹോസിയൂസിനെ സൂനഹദോസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിച്ചത്. അന്നത്തെ പോപ്പായിരുന്ന സിൽവസ്റ്റർ ഒന്നാമനെ മാറ്റി നിർത്തി സ്പെയിനിലെ കോർഡുബായിൽ നിന്നുള്ള ഒരു ബിഷപ്പിനെ സൂനഹദോസിന്റെ അധ്യക്ഷനാക്കാൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് സാധിച്ചത് മിലാൻ വിളംബരത്തോടെ ക്രൈസ്തവ സമൂഹത്തിനുമേൽ രാഷ്ട്രീയം പിടിമുറുക്കിയതിൻ്റെ തെളിവാണ്. എന്നാൽ കോൺസ്റ്റന്റൈൻ്റെ താൽപ്പര്യം രാഷ്ട്രീയത്തിനും അപ്പുറമായിരുന്നു. ഹോസിയൂസുമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് അടുപ്പമുണ്ടായിരുന്നത് വെറും ഒരു രാഷ്ട്രീയ കാരണം കൊണ്ടായിരുന്നില്ല. വചനവിരുദ്ധവും അപ്പസ്തോലിക പ്രബോധനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതുമായ നിക്യാ വിശ്വാസ പ്രമാണത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ ഒരാൾ എന്നതിനൊപ്പം അപ്പസ്തോലിക സഭ തള്ളിക്കളഞ്ഞ തെർത്തുല്യൻ്റെ ത്രിത്വവാദം ഉയർത്തിപ്പിടിച്ച വ്യക്തി കൂടിയായിരുന്നു ഹോസിയൂസ്. തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് സഭയുടെ പ്രബോധനങ്ങളെ മാറ്റിമറിക്കാനും അതുവഴി ഗ്രീക്ക് പൈശാചികതയും ക്രിസ്തീയതയും തമ്മിൽ സമന്വയിപ്പിക്കാനും ഹോസിയൂസുമായുള്ള സൗഹൃദം സഹായിക്കുമെന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് അറിയാമായിരുന്നു. നാം ഇവിടെ ചില സുപ്രധാന വിഷയങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ത്രിത്വവാദത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ പരിണാമവുമാണ് അതിൽ പ്രധാനം. അതുപോലെ നിക്യാ സൂനഹദോസിന് മുൻപ് നടന്ന സൂനഹദോസുകളെക്കുറിച്ചും ഒരു പൊതുവായ ധാരണ ഉണ്ടായിരിക്കണം. ഇവിടെ നാം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ത്രിത്വവാദത്തിൻ്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും സംബന്ധിക്കുന്ന സത്യങ്ങളാണ്. അപ്പസ്തോലനായ യോഹന്നാൻ്റെ മരണത്തിന് ശേഷം ഏകദേശം 50 വർഷം കഴിഞ്ഞപ്പോഴാണ് തെർത്തുല്യൻ എന്ന വ്യക്തി ത്രിത്വവാദവുമായി രംഗത്ത് വന്നത്. അപ്പസ്തോലന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും അബദ്ധ സിദ്ധാന്തങ്ങളുമായി പലരും രംഗപ്രവേശം ചെയ്തിരുന്നു. എന്നാൽ വിശ്വാസികൾ അത്തരം ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ അപ്പസ്തോലന്മാർ അതീവ ജാഗ്രതയോടെ വർത്തിച്ചു. ഗലാത്യക്കാർക്കും കോറിന്തുകാർക്കും എഴുതിയ ലേഖനങ്ങളിലെ ശൗലിൻ്റെ മുന്നറിയിപ്പുകൾ ഇതിന് തെളിവാണ്. തങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത യേശുവായെയോ തങ്ങളുടേതല്ലാത്ത സുവിശേഷങ്ങളെയോ സ്വീകരിക്കുന്നവർ വഴിതെറ്റിപ്പോകുമെന്ന് അപ്പസ്തോലന്മാർ സഭാമക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ പോലും അബദ്ധ സിദ്ധാന്തങ്ങൾ സഭയിൽ കടന്നു വന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ താക്കീതുകൾ. അപ്പസ്തോലന്മാരിൽ ഏറ്റവും ഒടുവിൽ മരണമടഞ്ഞത് യോഹന്നാനാണ്. അത് ആദ്യ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏകദേശം AD 100 ആയിരുന്നു. യോഹന്നാന്റെ മരണത്തിന് ശേഷം സഭാമക്കൾ അബദ്ധ സിദ്ധാന്തങ്ങളിലേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടാൻ തുടങ്ങി. എങ്കിലും AD 100 മുതൽ 200 വരെയുള്ള കാലഘട്ടത്തിൽ പ്രാദേശികമായി ഉയർന്നു വന്ന അത്തരം ആശയങ്ങൾക്ക് സാർവത്രികമായ സ്വാധീനം ലഭിച്ചിരുന്നില്ല. എന്നാൽ ആ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ത്രിത്വവാദം ഉയർന്നു വന്നു. AD 155 AD 160 ഇടയിൽ ജനിക്കുകയും AD 220 ശേഷം മരിക്കുകയും ചെയ്ത തെർത്തുല്യൻ്റെ അനേകം പഠനങ്ങളിൽ ഒന്നായിരുന്നു ഈ ത്രിത്വവാദം. വടക്കൻ ആഫ്രിക്കയിലെ കാർത്തേജ് നഗരത്തിൽ, അതായത് ഇന്നത്തെ ടുണീഷ്യയിൽ ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ചിലർ തെർത്തുല്യൻ്റെ ആശയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുവെങ്കിലും അക്കാലത്ത് അത്തരം ആശയങ്ങൾക്ക് സഭയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിരുന്നില്ല. അതായത് മുൻപ് നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തെർത്തുല്യൻ്റെ വാദങ്ങളെ അക്കാലത്തെ സഭാ നേതൃത്വം അംഗീകരിച്ചില്ല എന്നതാണ് ചരിത്ര സത്യം. വചനവിരുദ്ധമായ ഇത്തരം ആശയങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് അക്കാലത്ത് പ്രാദേശിക സൂനഹദോസുകൾ വിളിച്ചു ചേർത്തിരുന്നത്. പ്രാദേശിക സൂനഹദോസുകളിൽ പ്രധാനപ്പെട്ടത് കാർത്തേജിൽ നടന്ന 2 സൂനഹദോസുകളാണ്. ഒന്നാമത്തേത് നിക്യാ സൂനഹദോസിന് മുൻപും രണ്ടാമത്തേത് ശേഷവുമായിരുന്നു.
ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ച് ഉടലെടുത്ത തർക്കങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് AD 256 കാർത്തേജിൽ ഒരു പ്രാദേശിക സൂനോദോസ് വിളിച്ചു ചേർക്കപ്പെട്ടത്. ഇന്നത്തെ ടുണീഷ്യയാണ് അന്നത്തെ കാർത്തേജ്. ആ സൂനോദോസിൽ അധ്യക്ഷം വഹിച്ചത് കാർത്തേജിലെ ബിഷപ്പായിരുന്ന സിപ്രിയാൻ ആണ്. AD 397 കാർത്തേജിൽ വെച്ച് തന്നെ നടന്ന മറ്റൊരു സൂനോദോസിലാണ് ബൈബിളിലെ നവീന ഗ്രന്ഥങ്ങളുടെ കാനോൻ നിശ്ചയിക്കപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാട് വരെയുള്ള 27 പുസ്തകങ്ങൾക്ക് അംഗീകാരം ലഭിച്ചത് അന്നാണ്. ഈ സൂനോദോസും പ്രാദേശികമായി നടന്ന സൂനോദോസ് ആയിരുന്നു. എന്നിരുന്നാലും ഈ തീരുമാനം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. ഈ സൂനോദോസിന് നേതൃത്വം നൽകിയത് ഹിപ്പോയിലെ ബിഷപ്പായിരുന്ന അഗസ്റ്റിനാണ്. ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ എന്നാണ് പിൽക്കാലത്ത് ഇദ്ദേഹം അറിയപ്പെട്ടത്. അഗസ്റ്റിൻ ബിഷപ്പായിരുന്ന ഹിപ്പോ റെജിയസ് സ്ഥിതി ചെയ്യുന്നത് തെർത്തുല്യൻ ജീവിച്ചിരുന്ന വടക്കൻ ആഫ്രിക്കൻ പ്രവിശ്യയിൽ തന്നെയാണ്. തെർത്തുല്യൻ കൊണ്ടുവന്ന ത്രിത്വവാദം അംഗീകരിക്കപ്പെട്ട സൂനോദോസിന് ശേഷം 71 വർഷങ്ങൾ പൂർത്തിയായപ്പോൾ ബിഷപ്പ് പദവിയിൽ അഗസ്റ്റിൻ അവരോധിതനായി. ത്രിത്വത്തെക്കുറിച്ച് ബൗദ്ധികപരമായ ഗവേഷണങ്ങൾ നടത്തിയ അഗസ്റ്റിൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങിയ വ്യക്തി കൂടിയാണ്. ത്രിത്വവാദത്തിൻ്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും മാറ്റി നിർത്താനാകില്ല. തിരസ്കരിക്കപ്പെട്ട ത്രിത്വവാദം എങ്ങനെ സ്വീകാര്യമായി എന്നറിയണമെങ്കിൽ നാം ഒരിക്കൽ കൂടി പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. തെർത്തുല്യനിൽ നിന്ന് നിക്യാ സൂനോദോസ് വരെയുള്ള വഴിയിലൂടെയാണ് നമ്മുടെ ഈ അന്വേഷണാത്മക യാത്ര. 3-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ ത്രിത്വവാദം ഉയർത്തിയ വ്യക്തിയാണ് തെർത്തുല്യൻ എന്ന് നാം കണ്ടു. ഏകസത്യദൈവം ഏകനല്ലെന്നും ദൈവത്തിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നിങ്ങനെ 3 ആളുകളുണ്ടെന്നുമുള്ള സിദ്ധാന്തത്തെയാണ് ത്രിത്വവാദം എന്ന് വിശേഷിപ്പിക്കുന്നത്. യേശുവായുടെ അപ്പസ്തോലന്മാർ പ്രസംഗിച്ചിരുന്ന സത്യസുവിശേഷത്തിന് വിരുദ്ധമായ ഈ ആശയങ്ങളിലേക്ക് അനേകർ ആകൃഷ്ടരായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പസ്തോലന്മാർ തങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയാക്കി പർദീസ പോകിയതിനു ശേഷം പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് അനേകർ ഈ ആശയത്തിൽ വഞ്ചിതരായത്. മാത്രവുമല്ല, വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള സാഹചര്യമില്ലാത്തതും വചനവിരുദ്ധ ആശയങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കാൻ കാരണമായി. എന്നാൽ തെർത്തുല്യൻ്റെ ത്രിത്വവാദത്തെ നിഷേധിക്കുന്ന ആശയങ്ങളും അക്കാലത്ത് പ്രചരിക്കപ്പെട്ടിരുന്നു. തെർത്തുല്യൻ്റെ വാദത്തിൻ്റെ ചുവട് പിടിച്ച് 4-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന അരിയൻ വാദം അവയിൽ പ്രധാനപ്പെട്ടതാണ്. യേശുവായുടെ ദൈവികതയുമായി ബന്ധപ്പെട്ട് അലക്സാണ്ട്രിയയിലെ ഒരു പുരോഹിതനായിരുന്ന അരിയൂസ് ഉയർത്തിയ ആശയമാണ് അരിയൻ വാദം. AD 318 ഈ വാദം വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. തെർത്തുല്യൻ വാദിച്ചതുപോലെ പിതാവും പുത്രനും വെവ്വേറെ ആളുകളാണ് എന്ന വാദം അരിയൂസും അംഗീകരിക്കുന്നു. എന്നാൽ യേശുവായെ ദൈവമായി അംഗീകരിക്കുന്നില്ല എന്നതായിരുന്നു ഇരുവരുടെയും ആശയങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് യേശുവ എന്നും ദൈവത്തെപ്പോലെ അവൻ ആരംഭമില്ലാത്തവനല്ലെന്നും അരിയൂസ് തൻ്റെ സിദ്ധാന്തത്തിലൂടെ വാദിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യം ഈ 2 വ്യക്തികളും ഉയർത്തിയത് വചനവിരുദ്ധമായ ആശയങ്ങളായിരുന്നു എന്നാണ്. പരിപൂർണ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശുവ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായി ജീവിച്ചുവെന്നാണ് തെർത്തുല്യൻ വാദിച്ചത്. എന്നാൽ അക്കാലത്തും അപ്പസ്തോലിക പ്രബോധനങ്ങളെ പിന്തുടരുന്നവർ സഭയിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ വായിച്ച് സത്യം അറിഞ്ഞവരായിരുന്നില്ല അവർ. മറിച്ച് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളെ അതേപടി വാമൊഴിയായി തലമുറകളിലേക്ക് പകർന്ന് സത്യത്തിൽ നിലനിന്നവരാണ്. മുൻപ് നാം മനസ്സിലാക്കിയതുപോലെ പ്രാദേശികമായി ഉയർന്നുവരുന്ന വചനവിരുദ്ധ ആശയങ്ങളെ നിരാകരിക്കാനും സഭാമക്കളെ സത്യത്തോട് ചേർത്ത് നിർത്താനുമാണ് പ്രാദേശിക സൂനോദോസുകൾ വിളിച്ചുകൂട്ടിയിരുന്നത്. എന്നാൽ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷ കാലഘട്ടം അവസാനിച്ചതോടെ പ്രാദേശിക തലത്തിൽ ഒതുങ്ങി നിൽക്കാത്ത ആശയപ്രചരണങ്ങൾ സഭാമക്കൾക്കിടയിൽ നടന്നു. ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന വചനവിരുദ്ധ ആശയങ്ങളിൽ പ്രധാനപ്പെട്ടത്
തെർത്തുല്യൻ്റെ ത്രിത്വവാദവും അരിയൂസിൻ്റെ അരിയൻവാദവും ആണ്. മാത്രവുമല്ല, ഈ ആശയങ്ങൾക്ക് അതിർത്തിക്കപ്പുറത്തേക്കും പ്രചാരം ലഭിക്കുകയും സഭാമക്കൾക്കിടയിൽ തർക്കങ്ങൾ രൂപമെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സാർവത്രികമായ ഒരു സൂനോദോസ് വിളിച്ചുകൂട്ടാൻ തീരുമാനമുണ്ടാകുന്നത്. ആ സൂനോദോസാണ് നിക്യാ സൂനോദോസ് എന്നറിയപ്പെടുന്ന വിവാദ സൂനോദോസ്. അലക്സാണ്ട്രിയൻ സഭയിൽ ആരംഭിച്ച അരിയൻ വാദം പരിഹരിക്കാൻ എന്ന വ്യാജേനയാണ് നിക്യാ സൂനോദോസ് വിളിച്ചുകൂട്ടിയത്. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തെന്നാൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കെ അതിൽ ഒന്നിൻ്റെ കാര്യത്തിൽ മാത്രം പരിഹാരം എന്നത് ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. തെർത്തുല്യൻ്റെ ത്രിത്വ സിദ്ധാന്തം അംഗീകരിക്കുകയും മിശിയാഹ് ദൈവവും മനുഷ്യനുമായാണ് ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ അജണ്ട. സഭയിലെ വിശ്വാസികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വരട്ടുവാദങ്ങളാണ് ത്രിത്വത്തെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങളായി ഇവർ നൽകിയത്. ഇസ്ലാം എന്നൊരു മതം ഉണ്ടാകാൻ തന്നെ കാരണമായ ത്രിത്വവാദം ഇന്നും ഉത്തരമില്ലാത്ത സമസ്യയായി നിലനിൽക്കുന്നു. അന്നും ഇന്നും ഇസ്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവരാകാൻ തക്കവിധം ക്രൈസ്തവ സമൂഹത്തെ ആകെ പ്രതിരോധത്തിലാക്കിയത് തെർത്തുല്യനും കോൺസ്റ്റന്റൈനുമാണ്. ഇസ്ലാം മതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നിക്യാ വിശ്വാസ പ്രമാണം എന്താണെന്ന് ഒരു ഹ്രസ്വ വിവരണം നൽകേണ്ടതുണ്ട്. നിക്യാ സൂനോദോസിൽ തെർത്തുല്യൻ്റെ വചനവിരുദ്ധ ആശയങ്ങളെ അപ്പാടെ ഏറ്റെടുക്കുകയും അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസ പ്രമാണമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് നാം കണ്ടത്. അരിയൻ വാദത്തെ പാഷാണ്ഡതയായി പ്രഖ്യാപിച്ചുവെന്ന ഒരു നന്മ മാത്രമേ നിക്യാ സൂനോദോസിൽ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ അതിനോളം തന്നെ വലിയ ദൈവദൂഷണമായ ത്രിത്വവാദത്തെ ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണമായി സൂനോദോസ് പ്രഖ്യാപിച്ചു. അത് ദൈവത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. താൻ ഏകനാണെന്നും തനിക്കൊരു പങ്കാളിയില്ലെന്നും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ദൈവത്തിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു അതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നിക്യാ സൂനോദോസ് നടന്ന സ്ഥലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ്. ഇന്ന് തുർക്കിയുടെ ഭാഗമായ ഇസ്നിക് ആണ് അന്ന് നിക്യ എന്ന് അറിയപ്പെട്ടിരുന്നത്. ക്രൈസ്തവർ മഹാഭൂരിപക്ഷമുണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇന്ന് വിദേശത്തു നിന്ന് സന്ദർശകരായി എത്തുന്നവരല്ലാതെ തദ്ദേശീയരായ ഒരു ക്രൈസ്തവനെ പോലും കാണാൻ സാധിക്കില്ല. ദൈവത്തെ വെല്ലുവിളിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത്. നിക്യാ വിശ്വാസ പ്രമാണത്തിൽ നാം കാണുന്നത് ദൈവത്തിൽ 3 ആളത്വമുണ്ടെന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന സാഹസികമായ വിപുല ശ്രമമാണ്. പൂർണ്ണമായ ബോധ്യത്തോടെ വിശ്വാസ പ്രമാണം ഏറ്റുപറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കണം. കടലാസിൽ എഴുതി വച്ചത് അർത്ഥം ഗ്രഹിക്കാതെ വായിച്ചാൽ അത് വിശ്വാസ പ്രഖ്യാപനമാകില്ല. ഇവിടെ ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ ഇന്നോളം ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത ഈ വിശ്വാസ പ്രമാണമാണ് അപ്പസ്തോലിക സഭ എടുക്കപ്പെടാൻ കാരണമായത്. യേശുവായുടെ മുൻപിൽ കേപ്പ ഏറ്റുപറഞ്ഞതും അപ്പസ്തോലന്മാർ ദൈവജനത്തെ പഠിപ്പിച്ചതുമായ സത്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ആർക്കും അപ്പസ്തോലിക സഭയുടെ ഭാഗമായിരിക്കാൻ സാധിക്കില്ല. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും വിളിക്കപ്പെടുന്നത് ഒരുവൻ തന്നെയാണെന്നും അവൻ യേശുവ ആണെന്നും പ്രഖ്യാപിക്കുന്ന പ്രവാചക ഗീതങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിക്യാ വിശ്വാസ പ്രമാണം പടച്ചുണ്ടാക്കിയത്. യേശയ്യാവിൻ്റെ പ്രവചനം ശ്രദ്ധിക്കുക. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ രാജപീഠത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസീമമാണ്, അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ യാഹ്വയുടെ തീഷ്ണത ഇത് നിറവേറ്റും. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ഒരുവന് നൽകപ്പെട്ടിരിക്കുന്നതാണ്. അവൻ
ശക്തനായ ദൈവമാണെന്നും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. യാതൊരു ദുരൂഹതയുമില്ലാതെ ഏതൊരു ശിശുവിനും ഗ്രഹിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് യേശയ്യാഹിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തെർത്തുല്യനും കോൺസ്റ്റന്റൈനും ചേർന്ന് ക്രൈസ്തവരുടെ മേൽ കെട്ടിവെച്ച ത്രിത്വ സിദ്ധാന്തം ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൂട്ടത്തോടെ ഇസ്ലാം മതത്തിൽ ചേക്കേറി. തികച്ചും വചനവിരുദ്ധമായ നിക്യ വിശ്വാസ പ്രമാണം അധരങ്ങളിൽ ഉരുവിടുന്നത് പോലും അശുദ്ധമായതുകൊണ്ട് അത് ഇവിടെ കുറിച്ച് ആരെയെങ്കിലും അശുദ്ധരാക്കാൻ മനോവ ആഗ്രഹിക്കുന്നില്ല. കാരണം വിശ്വാസ പ്രമാണം ഉരുവിടുന്നവർ പ്രഖ്യാപിക്കുന്നത് തങ്ങളുടെ വിശ്വാസമാണ്. ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ദൈവദൂഷണം കുത്തിനിറച്ചാണ് ആ വിശ്വാസ പ്രമാണം തയ്യാറാക്കിയിരിക്കുന്നത്. ആയതിനാൽ നിക്യ സൂനോദോസിൽ എടുത്ത പ്രധാന തീരുമാനങ്ങൾ മാത്രം ഇവിടെ കുറിക്കാം. ത്രിത്വവാദം സ്ഥാപിച്ചു. യേശുവ ഈ ഭൂമിയിൽ ജീവിച്ചത് പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായാണെന്ന് പ്രഖ്യാപിച്ചതാണ് ഈ സൂനോദോസിലെ ഒന്നാമത്തെ തീരുമാനം. അതായത് പിതാവും പുത്രനും തുല്യരും ഒരേ സത്തയിൽപ്പെട്ടവരുമാണ് എന്ന വിശ്വാസ പ്രമാണം ഔദ്യോഗികമായി അംഗീകരിച്ചു. കൂടാതെ അരിയൻ വാദത്തെ പാഷാണ്ഡതയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വചനവിരുദ്ധവും അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്ക് നേർവിപരീതവുമായ പ്രഖ്യാപനമാണിത്. യേശുവ ഏക സത്യദൈവമാണെന്നും ഈ ഭൂമിയിലേക്ക് അവൻ പരിപൂർണ മനുഷ്യനായി വന്നുവെന്നുമാണ് വിശുദ്ധ ലിഖിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സത്യം. അപ്പസ്തോലന്മാരുടെ പ്രബോധനവും ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. യേശുവ ഈ ഭൂമിയിൽ തൻ്റെ കുരിശുമരണം വരെ പരിപൂർണ മനുഷ്യനായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന അപ്പസ്തോലിക പ്രബോധനം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ അവസ്ഥയിലായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള തുല്യത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ അവസ്ഥ സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് അവസ്ഥയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യേശുവായെ സംബന്ധിക്കുന്ന യഥാർത്ഥ സത്യത്തെയും അപ്പസ്തോലിക സഭയുടെ പ്രബോധനങ്ങളെയും നിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിക്യ സൂനോദോസ് വിളിച്ചു ചേർക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ ഇതിലേറെ തെളിവിൻ്റെ ആവശ്യമില്ല. നിക്യ വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവരെക്കുറിച്ചുള്ള ക്രിസ്തീയ വിശ്വാസം രേഖപ്പെടുത്തുകയും അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഔദ്യോഗിക വിശ്വാസമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് സൂനോദോസിലെ മറ്റൊരു തീരുമാനം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ എന്ന പ്രയോഗം തന്നെ ഇവർ ഒന്നല്ല എന്ന പ്രഖ്യാപനമായി കാണാം. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും വിളിക്കപ്പെടുന്നത് ഒരുവൻ തന്നെയാണെന്നുള്ള പ്രവാചക ലിഖിതത്തെ അസാധുവാക്കുന്നതാണ് ഈ തീരുമാനം. യേശയ്യാവിൻ്റെ പ്രവചനം ഇവിടെ ആവർത്തിക്കുന്നില്ല. ദൈവത്തിൽ 3 ആളത്വമുണ്ടെന്നുള്ള വിജണ്ഡവാദത്തെ സഭയുടെ ഔദ്യോഗിക വിശ്വാസമായി പ്രഖ്യാപിച്ചതോടെ കോൺസ്റ്റന്റൈൻ സ്ഥാപിച്ച മതത്തിന് അപ്പസ്തോലിക സഭയുമായി ഒരു ബന്ധവുമില്ലെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ജ്ഞാനസ്നാനം. യേശുവായുടെ പേരിൽ മാത്രമുള്ള ജ്ഞാനസ്നാനം പൂർണ്ണമായി നിരോധിക്കുകയും പകരം ത്രിത്വത്തിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം നൽകണമെന്ന് ഈ സൂനോദോസ് തീരുമാനിക്കുകയും ചെയ്തു. ഇതായിരുന്നു മറ്റൊരു പൈശാചിക തീരുമാനം. നിക്യ സൂനോദോസിൻ്റെ ആരാധകരും സ്തുതിപാഠകരും പ്രചാരകരുമായി രംഗത്തുള്ളവർ വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ടത് ത്രിത്വത്തിൻ്റെ ആ പേര് എന്താണെന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിൽ ജ്ഞാനസ്നാനം നൽകണമെന്ന് തന്നെയാണ് യേശുവ കൽപ്പിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. എന്നാൽ ആ പേര് ഏതാണെന്ന് കണ്ടെത്തണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ത്രിത്വമെങ്കിൽ ത്രിത്വത്തിൻ്റെ പേരെന്താണ്? അത് ഒരേ ഒരു പേരാണെന്ന് യേശുവായുടെ വചനം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരിലൂടെയും യേശുവ നേരിട്ടും അറിയിച്ച ആ പേര് ഏതാണെന്ന് അപ്പസ്തോലന്മാർക്ക് വ്യക്തമായി അറിയാമായിരുന്നു.
ശിഷ്യനായ പീലിപ്പോയോട് താനും പിതാവും ഒന്നാണെന്ന് മനുഷ്യപുത്രനായ യേശുവ വ്യക്തമാക്കിയത് കൂടാതെ താൻ ധരിച്ചിരിക്കുന്നത് തനിക്ക് പിതാവ് നൽകിയ അവൻ്റെ പേരാണെന്നും യേശുവ വ്യക്തമാക്കിയിട്ടുണ്ട്. യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ നീ എനിക്ക് നൽകിയ നിന്റെ പേരിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യം. യേശുവ ധരിച്ചിരിക്കുന്നത് അവൻ സ്വർഗത്തിൽ ദൈവമായിരുന്നപ്പോൾ ധരിച്ചിരുന്ന പേര് തന്നെയാണെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. യേശുവ എന്ന പേരിൻ്റെ അർത്ഥം യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ്. യേശുവ എന്ന പേരിന് അവൻ്റെ ദൗത്യവുമായി ബന്ധമുണ്ട്. യേശുവ എന്ന പേര് രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു പേരാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയവൻ യേശുവ ആണെന്നും ഈ പേരിലാണ് ജ്ഞാനസ്നാനം നൽകേണ്ടതെന്നും അപ്പസ്തോലന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ കേഫ ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്. കേഫ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുവ മിശിഹാവിൻ്റെ പേരിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ യാഹ്വേ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 2-ാം അധ്യായം 38-39 വാക്യങ്ങൾ. ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടത് യേശുവ മിശിഹാവിൻ്റെ പേരിലാണ്. ഈ പേരിലല്ലാത്ത ജ്ഞാനസ്നാനം സാധുവല്ല. അപ്പസ്തോലന്മാർ ചില വിശ്വാസ സമൂഹങ്ങളിൽ സന്ദർശനം നടത്തിയപ്പോൾ യേശുവയുടെ പേരിലല്ലാത്ത സ്നാനങ്ങൾ സ്വീകരിച്ചവരോട് ഈ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്ന് കൽപ്പിച്ചതായി കാണാം. ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനം. അപ്പോൾ ശൗൽ പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവന്, അതായത് യേശുവായിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് നാഥനായ യേശുവയുടെ പേരിൽ സ്നാനം സ്വീകരിച്ചു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 19-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യേശുവ മിശിഹാവിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനത്തിൻ്റെ പ്രാധാന്യവും ദൈവഹിതവുമാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പസ്തോലിക സഭയിൽ ഒരുവൻ അംഗമാകുന്നത് ഇങ്ങനെയായിരുന്നു. ഈ സ്നാനം നിരോധിച്ചതോടെ അപ്പസ്തോലിക സഭയിൽ ചേരാൻ ആർക്കും അവസരമില്ലാതായി. ഇതുമായി ബന്ധപ്പെട്ട പ്രബോധനങ്ങളും മറ്റ് വിശദീകരണങ്ങളും തുടക്കത്തിൽ നൽകിയിട്ടുള്ളതിനാൽ വീണ്ടും ആവർത്തിക്കുന്നില്ല. നിക്യ സൂനഹദോസോടെ യേശുവ മിശിഹാവിൻ്റെ പേരിലുള്ള സ്നാനം പൂർണ്ണമായി നിരോധിച്ചുവെങ്കിൽ അതിനുശേഷം നൽകപ്പെട്ട സ്നാനങ്ങൾ അസാധുവാണ് എന്ന യാഥാർത്ഥ്യമാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടത്. യേശുവയുടെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അപ്പസ്തോലിക സഭയിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. അതായത് നിക്യ സൂനഹദോസിന് ശേഷം ഒരുവൻ പോലും അപ്പസ്തോലിക സഭയിൽ ചേർക്കപ്പെട്ടിട്ടില്ല. ക്രൈസ്തവരുടെ പുനരധിവാസം. റോമാ സാമ്രാജ്യത്തിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും പീഡനങ്ങളിൽ നിന്ന് ഓടിപ്പോയവരെയും വിശ്വാസത്തിൽ നിന്ന് അകന്നവരെയും തിരിച്ച് സഭയിലേക്ക് സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് നിക്യ സൂനഹദോസ് എടുത്ത മറ്റൊരു തീരുമാനം. മിലാൻ വിളംബരത്തോടെ റോമാ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ പീഡനം അവസാനിച്ചുവെന്നത് കാലങ്ങളായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു അസത്യമാണ്. ഇങ്ങനെ ഒരു പൊതുബോധം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നതിൽ തർക്കമില്ല. എന്നാൽ നിക്യ സൂനഹദോസിന് ശേഷം ക്രൈസ്തവ പീഡനം കൂടുതൽ രൂക്ഷമായി എന്നതാണ് യാഥാർത്ഥ്യം. നിക്യ സൂനഹദോസിലെ തീരുമാനപ്രകാരം നടപ്പാക്കിയ ക്രൈസ്തവ പുനരധിവാസം എന്തായിരുന്നുവെന്ന് പരിശോധിച്ചാൽ ഈ സത്യം തിരിച്ചറിയാൻ സാധിക്കും. നിക്യ വിശ്വാസ പ്രമാണം സകല ക്രൈസ്തവരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവൃത്തിയായിരുന്നു ക്രൈസ്തവ പുനരധിവാസം. വ്യത്യസ്ത ആശയങ്ങളെ പിന്തുടരുന്നവർക്ക് നിക്യ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് കോൺസ്റ്റന്റൈൻ സഭയുടെ ഭാഗമാകാം.
അങ്ങനെ വരുന്നവർക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ക്രൈസ്തവരുടെ പുനരധിവാസത്തിന് ഒരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു. മുൻപ് യേശുവ മിശിഹാവിൻ്റെ പേരിൽ സ്നാനം സ്വീകരിച്ചവർ ത്രിത്വത്തിൻ്റെ പേരിൽ പുനർസ്നാനം സ്വീകരിക്കണം എന്നതായിരുന്നു ആ നിബന്ധന. അതായത് അപ്പസ്തോലിക പാരമ്പര്യങ്ങളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു വരുന്നവർക്ക് മാത്രമാണ് പുതിയ സഭയുടെ ഭാഗമാകാൻ സാധിക്കുന്നത്. കേപ്പ അടക്കമുള്ള സകല അപ്പസ്തോലന്മാരെയും അസാധുവാക്കുന്ന സൂനകദോസാണ് നിക്യായിൽ നടന്നത് എന്ന് തിരിച്ചറിയാൻ ഇതിലേറെ എന്തെങ്കിലും തെളിവ് വേണോ? യേശുവ മിശിഹാവിൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ധീര രക്തസാക്ഷികളാകുകയും ചെയ്ത യഥാർത്ഥ വിശുദ്ധരെയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആജ്ഞാനുവർത്തികളും സ്തുതിപാഠകരുമായ ആചാര്യന്മാർ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയത്. ഇവിടെ ഒരു സത്യം നാം തിരിച്ചറിയണം. എന്തെന്നാൽ അപ്പസ്തോലിക സഭയുടെ പാരമ്പര്യങ്ങളെ തള്ളിക്കളയുകയും ഗ്രീക്ക് പൈശാചികതയിൽ അധിഷ്ഠിതമായ നിക്യാ സഭയുടെ പാരമ്പര്യത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നവർക്ക് മാത്രമാണ് പീഡനങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചിരുന്നത്. ത്രിത്വത്തിൻ്റെ പേരിലുള്ള പുനർസ്നാനം എന്നത് അന്ന് വലിയ തർക്കങ്ങൾക്ക് കാരണമായ വിഷയമാണ്. ചരിത്രം പുനർവായനയ്ക്കും വചനാധിഷ്ഠിതമായ വിശകലനത്തിനും വിധേയമാക്കിയാൽ ഈ സത്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ സാധിക്കും. എപ്പിസ്കോപ്പൽ അതോറിറ്റി പ്രധാന നഗരങ്ങളായ റോം, അലക്സാൻഡ്രിയ, അന്ത്യോക്യ എന്നിവിടങ്ങളിലെ അധികാരം ഉറപ്പിക്കുകയും മെത്രാന്മാരുടെ അധികാരം വർദ്ധിപ്പിക്കുകയും ചെയ്തത് നിക്യാ സുനോദോസിലെ ഒരു സുപ്രധാന തീരുമാനമായിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും അബദ്ധജടിലമായ ആത്മീയ പ്രബോധനങ്ങളും വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കാൻ ഈ അമിതാധികാരം അവർക്ക് ആവശ്യമായിരുന്നു. എല്ലാ വിശ്വാസികളും രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിരുന്നിട്ടും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അധികാരസ്ഥാനമായി പൗരോഹിത്യത്തെ നിജപ്പെടുത്തിക്കൊണ്ടാണ് ഈ മാറ്റം നടപ്പാക്കിയത്. കാലാന്തരത്തിൽ ഈ പൗരോഹിത്യ സംവിധാനം കൂടുതൽ ശക്തി പ്രാപിക്കുകയും വിശ്വാസികളും പുരോഹിതരും തമ്മിലുള്ള ബന്ധം ജന്മി കുടിയാൻ ബന്ധം പോലെ ആയിത്തീരുകയും ചെയ്തു. ചക്രവർത്തിമാരും പൗരോഹിത്യവും തമ്മിൽ രാഷ്ട്രീയവും ആത്മീയവുമായ കൊടുക്കൽ വാങ്ങലുകൾ നടന്നു. ചക്രവർത്തിമാർ പൗരോഹിത്യത്തിന് സമ്പത്തും സൗകര്യങ്ങളും നൽകുമ്പോൾ ചക്രവർത്തിമാരുടെ ഭാര്യമാരെയും ബന്ധുക്കളെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പൗരോഹിത്യം അതിനുള്ള പ്രത്യുപകാരം ചെയ്തത്. പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോയ പോപ്പ് പദവിയും ചക്രവർത്തി പദവിയും സഭാ നേതൃത്വത്തെ ഗർവിൻ്റെ പര്യായങ്ങളാക്കി മാറ്റി. വിശ്വാസികളെ എക്കാലവും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ ദൈവവചനത്തെ അവർ വളച്ചൊടിച്ച് പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരെല്ലാം അഭിഷിക്തരായിരിക്കെ പൗരോഹിത്യ സംവിധാനത്തിന് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടതാണ് അഭിഷിക്ത പദവി എന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വചനത്തെ അവർ വളച്ചൊടിച്ചത്. എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് എന്ന് ദൈവം അരുളി ചെയ്തത് തങ്ങളെക്കുറിച്ചാണെന്ന് വിശ്വസിപ്പിച്ചതിലൂടെ വിശ്വാസികളെ തങ്ങളുടെ അടിമകളായി നിലനിർത്തുന്നതിൽ പൗരോഹിത്യം വിജയിച്ചു. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന ജനതകളോട് ദൈവം മോശയിലൂടെ അരുളി ചെയ്ത വചനമാണ് എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എന്നത്. ഈ വചനത്തെ തങ്ങളുടെ താൻ പ്രാമാണിത്വത്തിനായി പൗരോഹിത്യം ദുരുപയോഗം ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. സഭാചാര്യന്മാരുടെ വചനവിരുദ്ധമായ ആശയങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെയെല്ലാം പാഷാണ്ടികൾ എന്ന് മുദ്രകുത്തി സഭയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയും നിലനിന്നിരുന്നു. പാഷണ്ഡത ആരോപിക്കപ്പെട്ടവരുടെ ആശയങ്ങളെ അംഗീകരിക്കുന്നവരെയും അവർ സഭാഭ്രഷ്ടരാക്കി. വചനാധിഷ്ഠിതമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ തുനിഞ്ഞ നിരവധി വ്യക്തികൾ വന്നിട്ടുണ്ടെങ്കിലും അവർ വിളിച്ചു പറഞ്ഞ സത്യങ്ങളെ പാഷണ്ഡതയായി പ്രഖ്യാപിച്ചതിലൂടെ ആ സത്യങ്ങൾ തമസ്കരിക്കപ്പെട്ടു. മാത്രവുമല്ല, ഇന്ന് സഭാപിതാക്കന്മാരായി പരിഗണിക്കപ്പെടുന്നത് അപ്പസ്തോലന്മാരെയോ അവരുടെ പ്രബോധനങ്ങളെ പിന്തുടർന്നവരെയോ അല്ല, മറിച്ച് നിക്യാ സുനോദോസിന് ശേഷം വന്നവരെയും ആ വിശ്വാസ പ്രമാണത്തെ പിന്തുടരുന്നവരെയുമാണ്. അതായത് ഇന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് 1700 വർഷത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ. ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നതിനുള്ള തീയതി ഏകീകരിച്ച് ഒരു കലണ്ടർ തയ്യാറാക്കാൻ തീരുമാനമെടുത്തത് ഈ സുനോദോസിലായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ശ്ലാഘനീയമായി തോന്നാവുന്ന ഈ തീരുമാനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കെണിയുണ്ട്.
മോശയുടെ നിയമത്തെ അടിസ്ഥാനമാക്കി പുരാതന ഇസ്രായേൽ ആചരിച്ചു പോന്നതും അപ്പസ്തോലിക സഭ പിന്തുടർന്നതുമായ ശബാത്ത് ആചരണം ശനിയാഴ്ചയിൽ നിന്ന് കോൺസ്റ്റന്റൈൻ്റെ പ്രധാന ദൈവമായിരുന്ന സൂര്യദൈവത്തിൻ്റെ ദിനമായ ഞായറാഴ്ചയിലേക്ക് മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയതാണ് ആ കെണി. ഇത് പിന്നീട് കാലം തെളിയിച്ചു. ശബാത്ത് അല്ലാതെ മറ്റേതെങ്കിലും ദിവസങ്ങളോ മാസങ്ങളോ ആചരിക്കുന്നത് അപ്പസ്തോലന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. അപ്പസ്തോലനായ ശൗൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ പരാമർശം ശ്രദ്ധിക്കുക. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കാനല്ല ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നതും അയക്കപ്പെട്ടിരിക്കുന്നതും. ശബാത്തും പെസഹായുമല്ലാതെ മറ്റ് ആചരണങ്ങളൊന്നും അപ്പസ്തോലന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നാം അപ്പസ്തോലിക സഭയുടെ ഭാഗമായിരിക്കുകയുള്ളൂ. അതിനാൽ തന്നെ കോൺസ്റ്റന്റൈൻ എന്ന ട്രോജൻ കുതിര ഒരുക്കിയ കെണിയിൽ വീണതോടെ അപ്പസ്തോലിക സഭ എടുക്കപ്പെട്ടു. ഈസ്റ്റർ ആഘോഷിക്കാൻ ദിവസം നിശ്ചയിച്ചത് കോൺസ്റ്റന്റൈന് യേശുവായോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ലെന്നും അവൻ്റെ ദൈവത്തിൻ്റെ സ്മരണ മാഞ്ഞുപോകാതിരിക്കേണ്ടതിനായിരുന്നുവെന്നും നാം തിരിച്ചറിയണം. അതായത് വാഴ്ത്തപ്പെട്ട സിയൂസ് എന്നർത്ഥമുള്ള ഈസൂസിനെ ക്രിസ്ത്യാനികളിൽ കെട്ടിവെക്കുമ്പോൾ ഞായറാഴ്ച എന്ന സൂര്യദിനത്തെ കൂടി അടിച്ചേൽപ്പിക്കേണ്ടത് കോൺസ്റ്റന്റൈനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു. മാനവരാശിയോട് കോൺസ്റ്റന്റൈൻ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായി ഈ സൂനകദോസ് പരിണമിച്ചു എന്നതാണ് ചരിത്രം നൽകുന്ന സാക്ഷ്യം. എന്തെന്നാൽ ഈ സൂനകദോസിൽ വെച്ചാണ് സത്യദൈവത്തെ മാറ്റി വ്യാജദൈവത്തെ ക്രൈസ്തവരുടെ മേൽ കെട്ടിവെച്ചത്. കോൺസ്റ്റന്റൈൻ അവതരിപ്പിച്ചത് അപ്പസ്തോലന്മാർ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ദൈവത്തെയാണ്. അപ്പസ്തോലന്മാർ ആരുടെ പേരിൽ ജ്ഞാനസ്നാനം നൽകിയോ ആ യേശുവാമിശിഹാവിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം അവർ നിർത്തലാക്കി. യേശുവ എന്ന പേര് നീക്കം ചെയ്തതോടെ പേര് പറയാതെയുള്ള ജ്ഞാനസ്നാനം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ നാം മുൻപ് വായിച്ച ഇരമിയാഹിൻ്റെ പ്രവചനം പൂർത്തിയായി. ക്രൈസ്തവതയെ ഗ്രസിച്ച എല്ലാ ദുരന്തങ്ങളുടെയും തുടക്കം നിക്യാ സൂനകദോസ് ആണെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിക്യാ സൂനകദോസിനെ വഞ്ചനയുടെ സൂനകദോസ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഈ സന്ദേശത്തിൻ്റെ പൂർണ്ണ രൂപം കമൻറ്റ് ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ലഭിക്കും.